Hi all. So today ടെഡ് ഹ്യൂഗ്സിന്റെ ഹോക്ക് റൂസ്റ്റിംഗ് എന്നുള്ള പോമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അലോങ് വിത്ത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇറ്റ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇതിൽ ഏത് എലിമെന്റ് ആണ് ഈ ഒരു പോയത്തിനകത്ത് വർക്ക്ഔട്ട് ആവുന്നതെന്നും കൂടി നമ്മളിന്ന് നോക്കും. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് സൈക്കോ അനാലിസിസിന്റെ ഫൗണ്ടറാണ്. ആൻഡ് ഓൾസോ ഹി ബിലോങ് ടു ഓസ്ട്രിയ ആൻഡ് ഫൗണ്ടിങ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഈ സൈക്കോ അനാലിസിസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ മെന്റൽ ഇൽനെസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഫ്രോയിഡ് ബിലീവ് ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, എന്തൊക്കെ എലിമെന്റ്സിലാണ് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് എന്നുള്ളത്, അതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇൻ ഫ്യൂച്ചറിൽ ഷേപ്പ് ആക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു കാര്യം നമ്മുടെ അഡൾട്ട് ലൈഫ്സിലും റിഫ്ലക്റ്റഡ് ആവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഒരു ആസ് എ ചൈൽഡ് നമ്മളിപ്പോൾ ഒരു ട്രൊമാറ്റിക് ഇവന്റ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇവന്റിനെ നമ്മൾ സപ്രസ് ചെയ്യുമായിരിക്കും. ആൻഡ് ആസ് എൻ അഡൾട്ട് എന്ത് ചെയ്യും, ആ ഒരു ട്രോമ, അതായത് നമ്മൾ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ പോലും ദേഷ്യപ്പെടുകയോ അതൊക്കെ ചെയ്യും. ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു ഇവന്റ് ഹാപ്പൻ ചെയ്യുവാണെങ്കിൽ വിത്തൗട്ട് നോയിങ് വൈ, ആ ഒരു റീസൺ അറിയാതെ. സോ ഇതെന്ന് പറയുന്ന ആ ചൈൽഡ്ഹുഡ് ഫിയർ നമ്മൾ സപ്രസ് ചെയ്ത് നമ്മുടെ അഡൾട്ട് ആയിരിക്കുന്ന സമയത്ത് അതൊന്ന് ഒന്നുകൂടി അങ്ങനത്തുള്ള ഏതെങ്കിലും ഒരു സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഈ ഒരു നമുക്ക് പക്ഷെ അറിയാൻ പറ്റില്ല ഈ ഒരു മോട്ടിവേഷൻ എന്താണ് ബിഹൈൻഡ് ദ ബിഹേവിയർ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസിന് അദ്ദേഹം 3 മെന്റൽ സിസ്റ്റത്തിൽ പറയുന്നുണ്ട്: കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്. അപ്പം നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് ആൻഡ് ഹൗ ഇറ്റ് ഫങ്ഷൻസ് എന്നുള്ളതാണ് അദ്ദേഹം ആ ബുക്കിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് ഹി യൂസ്ഡ് എൻ അനലജി. അതിനകത്തൊരു ഐസ്ബർഗ് ഇൻ വാട്ടർ, ആ ഒരു ഇമേജ് ആണ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത്. അതായത് ഈ പ്രീ കോൺഷ്യസ്, കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് എന്നുള്ള ഈ 3 ലെവൽസ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഐസ്ബർഗ്, ഇമേജ് ഓഫ് എൻ ഐസ്ബർഗ് ഇൻ വാട്ടർ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. കോൺഷ്യസ് മൈൻഡ്, അതായത് ഇപ്പോൾ ഒരു ഐസ്ബർഗ് വെള്ളത്തിൽ കിടക്കുവാണെന്ന് വിചാരിച്ചോ, അതിന്റെ ഐസ്ബർഗിന്റെ ബാക്കി ഭാഗം വെള്ളത്തിനടിയിലോട്ടും ഉണ്ട്. സോ ഐസ്ബർഗിന്റെ ആ ഒരു മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, എബവ് ദ വാട്ടർ നിൽക്കുന്നത്, അതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. ജസ്റ്റ് ബിലോ ദി സർഫസ് ഓഫ് ദി വാട്ടർ എന്നുള്ളത് പ്രീ കോൺഷ്യസും, ഏറ്റവും ഡീപ്പായിട്ടുള്ള ഐസ്ബർഗിന്റെ ആ ടിപ്പ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ്. അതായത് വെള്ളത്തിന്റെ അടിയിലുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള കിടക്കുന്ന ആ ഭാഗത്തിനെ അൺകോൺഷ്യസ് മൈൻഡ് ആയിട്ടാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു സെക്കൻഡ് മോഡലും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇഡ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് പാർട്ട് ഓഫ് അവർ മൈൻഡ് ആണ്. ഈഗോ എന്ന് പറയുന്നത് പ്രീ കോൺഷ്യസും, പിന്നെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കോൺഷ്യസ് പാർട്ട് ഓഫ് ദി മൈൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഈസ് ഈഗോ, വാട്ട് ഈസ് സൂപ്പർ ഈഗോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ഫോർ ഇറ്റ്, IT. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്സ് ഉണ്ടല്ലോ, വിച്ച് വി ആർ ബോൺ വിത്ത്, നമ്മുടെ ഡിസയർ, നമ്മുടെ നീഡ്സ്, നമ്മുടെ പ്ലഷർ, അതൊക്കെയാണ് ഇഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആണ്. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് ഡ്രിവൺ ആണ് നമ്മുടെ ഇഡിന്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ഇൻസ്റ്റിങ്സ് ആണ് ഇഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഇഡ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് പാർട്ടാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഗൈഡഡ് ബൈ ദി പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലഷർ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഗ്രാറ്റിഫിക്കേഷൻ. സോ ഇതിനെ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ ഇഡിനെ പറയാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മോസ്റ്റ് ബേസിക് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആനിമലിസ്റ്റിക് ഏർജസ് ഉണ്ടല്ലോ, ഡിസയർ ഫോർ ഫുഡ് ആൻഡ് സെക്സ്, അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഇഡാണ് കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈഗോ ആണ്. ഈഗോ എന്ന് പറയുന്നത് സെൽഫാണ്. അതായത് സെൽഫ് വിച്ച് ഇസ് കോൺട്രാസ്റ്റഡ് ബൈ അനദർ സെൽഫ്, അതായത് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും ഈഗോ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക്, അതായത് ഈഗോ എന്ന് പറയുന്ന എലിമെന്റ് ആണ് ഇഡിനും സൂപ്പർ ഈഗോയ്ക്കും നടുക്ക് നിൽക്കുന്ന ഒരാൾ, ബാലൻസ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കോൺഷ്യസ് പാർട്ടാണ്. നമ്മുടെ സൊസൈറ്റിയിലെ റൂൾസ് ഒക്കെ ഉണ്ടല്ലോ, ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ വരത്തില്ലേ, അതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതായത് മൊറാലിറ്റി പ്രിൻസിപ്പിളാണ് സൂപ്പർ ഈഗോ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഈ പോയം, ടെഡ് ഹ്യൂഗ്സിന്റെ ഈ പോയത്തിനകത്ത് ഇതിലൊരു എലിമെന്റ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഏത് എലിമെന്റാണ് വർക്ക്ഔട്ട് ആയിട്ടുള്ളതെന്നും എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ആയിട്ടുള്ളതെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ടെഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആണ്. ആൻഡ് ഹി ഈസ് ഹസ്ബൻഡ് ഓഫ് സിൽവിയ പ്ലാത്ത്. പോയറ്റ് ലോറേറ്റ് ആയിരുന്നു 1984. ആൻഡ് പിന്നെന്താണ്, ഇദ്ദേഹത്തിന്റെ പോയട്രിക്കകത്ത് ഫുൾ ആനിമൽ ഇമേജസ് ആണ് വരുന്നത്. ഒബ്സഷൻ വിത്ത് ആനിമൽസ് അല്ലെങ്കിൽ ബ്യൂട്ടി ആൻഡ് വയലൻസ് ഓഫ് ദി നാച്ചുറൽ വേൾഡ് ആണ് ഇദ്ദേഹത്തിന്റെ പോയംസിനകത്ത് വരുന്നത്. ഓക്കെ, ദി ഹോക്ക് ഇൻ ദ റെയിൻ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അനദർ വർക്ക് എന്ന് പറയുന്നത് ക്രോ ഉണ്ട്, പിന്നെ കേവ് ബേഡ്സ് എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട്, സീസൺ സോങ്സ് ഉണ്ട്, എക്സെട്ര. ഏതെങ്കിലും 2 വർക്ക് നോക്കി വെക്കുക. ദ ഹോക്ക് ഇൻ ദ റെയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്.
നമുക്ക് പഠിക്കാനുള്ള ഹോക്ക് റൂസ്റ്റിംഗ് എന്നുള്ള വർക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് കളക്ഷൻ ആയിട്ടുള്ള ലൂപെർക്കലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് 1960. പോയം റിവീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോക്കിന്റെ, അതായത് ഹോക്കിനെ പേഴ്സോണിഫൈ ചെയ്തേക്കുവാണ്, അതായത് ഹ്യൂമൻ ക്വാളിറ്റീസ് എല്ലാം ഒരു ഹോക്കിന് കൊടുത്തേക്കുവാണ്. ആൻഡ് ദെൻ ദ ഹോക്ക് ഇസ് ആക്ച്വലി ടോക്കിംഗ് ടു ഇറ്റ് സെൽഫ്, സംസാരിക്കുവാണ് ഹോക്ക്. അതായത് മാനിന്റെ നേച്ചറുമായിട്ട് ഈ ഒരു, അതായത് മാനും ഈ ഒരു ആനിമലും തമ്മിൽ, ഈ ഒരു ബേർഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മാനിൻ്റെതായിട്ടുള്ള ആനിമലിസ്റ്റിക് നേച്ചറാണ്, ആ ഒരു വയലൻസ് അല്ലെങ്കിൽ ആ ഒരു ക്രൂവൽ നേച്ചറൊക്കെ ഹോക്കിനും ഉണ്ട് എന്ന് കാണിക്കുവാണ്. അപ്പോൾ ഇവിടെ ഹോക്ക് എന്ന് പറയുന്നത് ഒരു മെറ്റഫർ കൂടിയാണ്. ഓക്കെ, അതായത് ആ ഹോക്കിന് എബിലിറ്റി ഓഫ് സ്പീച്ച് കൊടുത്തിട്ടുണ്ട് മനുഷ്യന്മാരെ പോലെയും. അതിന്റെ ബേസിക് ഇൻസ്റ്റിൻറ്റ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ എന്താണെന്നാണ് ഈ ഒരു പോയം കാണിക്കുന്നത്. ഇതൊരു പേഴ്സോണിഫിക്കേഷനാണ്. അതായത് ബേർഡ് ഇസ് ടോക്കിംഗ് ടു ഇറ്റ് സെൽഫ് ലൈക്ക് എ ഹ്യൂമൻ, ഡിസ്ക്രൈബിംഗ് ദി വയലന്റ് സീൻസ് ആൻഡ് ഇറ്റ്സ് ഡോമിനേഷൻ. അതെങ്ങനെയാണ് ഒരു വയലന്റ് ഒരു പ്രേയെ കൊല്ലുന്നത്, അതിന്റെ ആ ഒരു ഡോമിനേഷനും ആറ്റിറ്റ്യൂഡുമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല കാണിക്കുന്നത്, അതിന്റെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ കാണിക്കുന്നത്. ഓക്കെ, ഹോക്കിന്റെ ഹെഡ്, അതായത് ഹോക്കിന്റെ മനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഇവിടെ പറയുന്നത്. അത് എത്രമാത്രം കോൺഫിഡൻ്റ് ആണെന്നും എന്തുമാതിരി അരഗൻ്റ് ആയിട്ടുള്ള ടോണിലാണ് ഇത് സംസാരിക്കുന്നത്, ആ ഒരു ടോണിലാണ് ഈ ഒരു പോം പോകുന്നത്. അതിന്റെ സ്ട്രെങ്ത് ആൻഡ് പവറും, പിന്നെ അതുപോലെ തന്നെ അതിന് ഒരു കമ്പാഷനേറ്റ് ഫീലിങ്സും ഇല്ല അതിന്റെ പ്രേയുടെ അടുത്ത്. അതായത് അത് കൊല്ലാൻ പോകുന്ന ജീവിയുടെ അടുത്ത് ഒരു ടൈപ്പിലുള്ള ഒരു അലിവുമില്ല. ആ ഒരു ബേർഡ് വളരെ ഐസൊലേറ്റഡ് ആണ്, പക്ഷേ എന്നാൽ പോലും അത് സിംബൽ ഓഫ് പവർ ആണെന്നാണ് പറയുന്നത്. ആ ഹോക്കിന്റെ വയലൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പോയിറ്റിലൂടെ. ഓക്കെ, എന്താണ്, അതായത് അത് കൊല്ലാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഓക്കെ, അതിന് വേറെ ഒരു മാറ്റവും ഇല്ല, അതിന് വേറൊരു കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷനും വരത്തില്ല. അതിന്റെ ഒരു ഗോഡ് ലൈക്ക് പവർ ആണ് നമ്മൾ ഈ പോയത്തിനകത്ത് കാണാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞു, ടെഡ് ഹ്യൂഗ്സിന്റെ പോയംസ് എന്ന് പറയുന്ന എല്ലാം ആനിമലിസ്റ്റിക് ഇമേജസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് 6 സ്റ്റാൻസാസ് ആണുള്ളത്. സ്റ്റാൻസ 1 പറയുന്നതെന്ന് വെച്ചാൽ ഐ എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ നറേഷനിലാണ് ഈ ഒരു പോയംസ് എഴുതിയിരിക്കുന്നത്. ഹോക്ക് ഇറ്റ് സെൽഫ് ഇസ് ടോക്കിംഗ് ടു ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ ഹോക്ക് പറയുവാണ്, ഞാൻ ഫോറസ്റ്റിന്റെ ടോപ്പിലാണ് ഇരിക്കുന്നത്, ഐസ് ക്ലോസ്ഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, ഞാൻ ഒന്നും ചെയ്യാറില്ല. ആൻഡ് എന്താണ്, എനിക്കങ്ങനെ ഒരു എന്താ പറയുക, ഫോൾസിഫൈഡ് ഡ്രീംസോ ഫാൻറ്റസിയോ ഒന്നുമില്ല, ഞാൻ റിയാലിറ്റിയിലാണ് നിൽക്കുന്നത്. എനിക്ക് കേർവ്ഡ് ബീക്കാണുള്ളത്, എനിക്ക് എൻ്റെ ഫീറ്റ് എന്ന് പറയുന്നത് എൻ്റെ കേർവ്ഡ് ആയിട്ടുള്ള ഫീറ്റാണുള്ളത്. ആൻഡ് ഇൻ മൈ സ്ലീപ്പ് ഞാൻ എന്താണ്, ഞാൻ ഉറങ്ങുവാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ എൻ്റെ പ്രേയെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കൊല്ലാമെന്നും കഴിക്കാമെന്നും റിഹേഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുന്നത് പോലും. എന്നുവെച്ചാൽ എനിക്ക് വേറൊരു ചിന്തയും ഇല്ല. വയലൻസ്, ഞാൻ എങ്ങനെയാണ് ഒരു പ്രേയെ കൊല്ലുന്നത്, ഞാൻ ആ ഒരു ജീവിയെ എങ്ങനെ കൊല്ലണം, എങ്ങനെ കഴിക്കണം എന്ന് റിഹേഴ്സ് ചെയ്യുവാണ് എൻ്റെ മൈൻഡിൽ പോലും, ഞാൻ ഉറങ്ങുമ്പോൾ പോലും. സ്റ്റാൻസ 2 വീണ്ടും പറയുന്നത്, ഹൈ ട്രീസിൽ അല്ലെങ്കിൽ ഹൈ എയറിലാണ് ഞാൻ ഫ്ലോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പറക്കുന്നതല്ല, ഫ്ലോട്ട് ചെയ്യുവാണ് ഞാൻ ശരിക്കും. സൺസ് റേസ് എന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല, അതൊക്കെ വളരെ പെർഫെക്റ്റ്ലി കംഫർട്ടബിൾ ആണ് എനിക്ക്. എൻ്റെ വേ ഓഫ് ലൈഫിനും അത് വളരെ കംഫർട്ടബിൾ ആണ്. അല്ലാതെ ആ ബ്രൈറ്റ് ലൈറ്റ് എന്നെ ഒരിക്കലും എന്താ പറയുക, എനിക്ക് ഒരിക്കലും ഒരു ഹീറ്റ് തോന്നിയിട്ടില്ല. ആൻഡ് ദെൻ ഏർത്തിനെയും അതുപോലെ തന്നെ സ്കൈയെയും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാനും അറിയാം. പിന്നെ എൻ്റെ ഫീറ്റ് എന്ന് പറയുന്നത് വളരെ ടൈറ്റായിട്ട് ഗ്രിപ്പ് ചെയ്താണ് ഇരിക്കുന്നത് ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ. മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തു എനിക്ക് എന്താണ്, എൻ്റെ ഈ ഫൂട്ട് ഇങ്ങനെ ഡെവലപ്ഡ് ആവാനും ഓരോ സിംഗിൾ ഫെദർ ഇങ്ങനെ ഡെവലപ്ഡ് ആവാനും മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തു. സം ടൈംസ് എന്താണ്, ഞാൻ കഴിക്കാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ ഞാൻ ഈ ഫൂട്ടിനകത്താണ് ഇങ്ങനെ അള്ളി പിടിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റാൻസ 4 and 5 പറയുന്നത്, ചില സമയങ്ങളിൽ ഞാൻ വളരെ ഹൈറ്റിൽ സ്കൈഡ് അവിടെ പോയി പറക്കാറുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ഇസ് ലൈക്ക് എന്താണ്, ഞാൻ ഈ ഒരു വേൾഡിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുമ്പോഴും പ്ലീസ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ഒരു പ്രേയെ പോയി കൊല്ലും. ബിക്കോസ് എന്തുകൊണ്ടാണ്, ഈ വേൾഡ് ഇറ്റ് സെൽഫ് ഇറ്റ് ബിലോങ്സ് ടു മീ എന്നാണ് പറയുന്നത്. എനിക്ക് എന്താ പറയുക, ഈ ആവശ്യമില്ലാതെയുള്ള ഈ ഫോൾസ് ആർഗ്യുമെൻറ്റ്സ് ഒന്നും എനിക്ക് പറയുന്നതിൽ താല്പര്യമില്ല. ഇതെല്ലാം എൻ്റെ ട്രൂത്താണ്. എൻ്റെ മാനർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു പ്രേയെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ആദ്യമേ ടിയർ ചെയ്യും. ആൻഡ് ദെൻ അതിനെ കൊല്ലും. എന്തായാലും ഞാൻ കൊല്ലും. തല ആദ്യമേ ഞാൻ വലിച്ചു കയറിയെടുത്ത് കളയും. ഓക്കെ, ആൻഡ് ദെൻ എനിക്കൊരു ലോജിക്കൽ ജസ്റ്റിഫിക്കേഷൻസും ഇല്ല എൻ്റെ ആക്ഷന്. അതായത് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് കൂടുതൽ ജസ്റ്റിഫിക്കേഷൻസും ന്യായീകരണങ്ങളും ഒന്നും ഇല്ല. ഞാൻ എർത്തിനും സണ്ണിനും ഇടയിൽ പറക്കുന്നൊരു ആളാണ്. ആൻഡ് ഇതാണ് എൻ്റെ ലൈഫ്. ആൻഡ് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കേസ് എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് കൊല്ലാനുള്ള ഇരകളെ തേടിയാണ് എൻ്റെ ഐസ് എപ്പോഴും ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ വിൽ കീപ് തിങ്സ് ലൈക്ക് ദിസ് ഫോർ എവർ. അതായത് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും.
ഞാൻ ഒരിക്കലും ഈ ഒരു ബിഹേവിയർ എൻ്റെ ചേഞ്ച് ആക്കത്തില്ല എന്നാണ് പറയുന്നത്. സോ ഹു ഈസ് എ സ്പീക്കർ ഇൻ ദ പോം? ഹോക്കാണ് സ്പീക്കർ. 6 ക്വാർട്ടറൈൻസിലോട്ടാണ് ഡിവൈഡ് ചെയ്തത്. 6 സ്റ്റാൻസാസ് ഉണ്ട് ആൻഡ് 4 ലൈൻസ് ഈച്ചാണ് ഓരോ സ്റ്റാൻസയും. ഹോക്ക് റൂസ്റ്റിംഗ് എന്നുള്ളൊരു ടൈറ്റിൽ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഈ ഒരു ഹോക്കിൻ്റെ ഒരു അഹങ്കാരം പിടിച്ചൊരു സംസാരം ഉണ്ടല്ലോ, അതായത് ആ ഒരു സെൽഫ് എസ്റ്റീം, ആ ഒരു ഫാൾസ് പ്രൈഡ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ വയലൻറ്റ് നേച്ചർ, അതായത് അത് സുപ്പീരിയർ ആണ് എല്ലാ ബീയിങ്സിനെക്കാട്ടിലും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സിനെ പോലെ തന്നെ ഈ ഹോക്കിനും കമ്പാഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ക്ഷമ അല്ലെങ്കിൽ കമ്പാഷൻ അതൊന്നും ഇതിനുമില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിക്കാം. ഹോക്ക് എന്ന് പറയുന്ന ഒരു ഡിക്റ്റേറ്ററിനെ പോലെയാണ്, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി പോലെയാണ്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി മീൻസ് ഫോളിങ് ഇൻ ലവ് വിത്ത് വൺ സെൽഫ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു നമ്മുടെ ഏത് എലിമെൻ്റാണ് മൈൻഡിൻ്റെ? ഇഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ബേസിക് ഇൻസ്റ്റിങ്സ് എങ്ങനെയാണോ അത് അതുപോലെ ഫോളോ ചെയ്യുവാണ്. അല്ലാതെ ആളുകൾ എന്ത് വിചാരിക്കുമെന്നോ എന്ത് വിചാരിക്കുമെന്നോ ഒന്നും അത് ചിന്തിക്കുന്നില്ല. സോ ഇഡ് എന്നുള്ള ഒരു പ്ലഷർ പ്രിൻസിപ്പിളാണ് ഇവിടെ വർക്കൗട്ട് ആകുന്നത്. ഓക്കെ, പിന്നെ ദെൻ ഹോക്ക് റൂസ്റ്റിംഗ് ഒരു സിംബോളിക് പോം ആവുന്നത് എങ്ങനെയാണെന്ന്? ഇതൊരു അനിമൽ പോയമാണ്. മാനും നേച്ചറും ക്രിയേഷനും തമ്മിലുള്ള ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് ഇവിടെ സിംബോളിക്കലി കാണിക്കുന്നത്. ഹോക്ക് എന്ന് പറയുന്നത് സെൽഫ് ഡിക്ലറേഷനായിട്ട്, അതായത് സെൽഫ് ഡിക്ലറേറ്റീവായിട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എന്ന് പറയുവാണ്. ഓക്കെ, അതെല്ലാം ഹ്യൂമൻ ബീയിങ്സ് പറയുന്ന പോലെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഹോക്ക് എന്ന് പറയുന്നത് ഇവിടെ മാനായിട്ടും ഒരു ഗോഡ്ലി ഫിഗറായിട്ടും നമുക്കിതിനെ കാണിക്കാം. ദെൻ പിന്നെ അതുപോലെ തന്നെ ഈ ഹോക്കിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിക്റ്റേറ്ററിനെ പോലെ കമ്പയർ ചെയ്യാം. അതായത് ഫോഴ്സ്ഫുള്ളായിട്ട് പിന്നെ ഒരു ഡിക്റ്റേറ്റർ എങ്ങനെയാണോ അയാളുടെ പവർ അല്ലെങ്കിൽ അയാളുടെ ഐഡിയോളജി ബാക്കിയുള്ള സിറ്റിസൺസിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഹോക്കും. ആ വയലൻസും ബ്രൂട്ടാലിറ്റിയും എല്ലാം ഈ ഒരു ബേർഡിൻ്റെ സംസാരത്തിലും ഉണ്ട്. ഓക്കെ, ദെൻ ഇതൊരു കൈൻഡ് ഓഫ് ഡ്രമാറ്റിക് മോണലോഗ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 തീംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോക്കിൻ്റെ ഇൻറ്റീരിയർ തോട്ട്സ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലി എഴുതിയിരിക്കുന്ന ഒരു പോയമാണ്. അതിൻ്റെ ബ്രൂട്ടാലിറ്റി, വയലൻസ്, അതെങ്ങനെയാണ് ഒരു പ്രേയെ കൊല്ലുന്നത്, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു മേഴ്സിലെസ് ആയിട്ടുള്ള ആക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡോമിനിയറിങ് പവറിനെ കുറിച്ചാണ് ഈ ഒരു പോയം സംസാരിക്കുന്നത്. ഹോക്ക് കൺഫസ് ചെയ്യുവാണ്, അതായത് ഇറ്റ് ഇസ് ഡൂയിങ് നത്തിങ്, പക്ഷേ എന്താണ്, ഞാൻ ഡ്രീമിൽ പോലും കൊല്ലുന്നതാണ് ആലോചിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഹോക്കും മാനും തമ്മിലൊരു കോൺട്രാസ്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കിനെ ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുവാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബിഹേവിയർ എങ്ങനെയാണോ അതുപോലൊക്കെ ഏകദേശം ഒരു പാരലായിട്ട് കൊണ്ടുപോയേക്കുവാണ് ഹോക്കിനെ. യാതൊരു വിധത്തിലുള്ള എന്താണ് ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീറ്റീവ് പവറും അതുപോലെ തന്നെ ഒരു സെൽഫ് അസേർട്ടീവും കുറച്ച് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു നേച്ചറും ഒക്കെയാണ് ഹോക്കിന്. അതിന് യാതൊരു വിധത്തിലുള്ള റിമോഴ്സ് അല്ലെങ്കിൽ ഗിൽറ്റ് ഇല്ല. അതിന് അതോറിറ്റേറ്റീവായിട്ടാണ് അത് കൊല്ലുന്നത്. ഒരു തരത്തിലുമുള്ളൊരു സോഷ്യൽ ഒബ്ലിഗേഷൻസ് ആർക്കില്ല, ഹോക്കിനില്ല. അത് പക്ഷേ മനുഷ്യർക്കുണ്ട്. സൊസൈറ്റിയിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. പക്ഷേ അത് ആർക്കില്ല, ഈ ബേർഡായിട്ടുള്ള ഹോക്കിനതില്ല. ആൻഡ് ദെൻ പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇഡ് വർക്കൗട്ട് ആകുന്നത്? ടെഡ് ഹ്യൂഗ്സിൻ്റെ പോയത്തിനകത്ത് കോൺസെപ്റ്റ് ഓഫ് ഇഡ് എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത്? ഇഡ് എന്ന് പറയുന്ന മോസ്റ്റ് പ്രിമിറ്റീവ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമുള്ള ബേസിക് ഇൻസ്റ്റിങ്സ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിനെ നീക്കുന്ന ആളാണ് ഇഡ് എന്ന് പറയുന്നത്. അതായത് ഡിസയർ ആണെങ്കിലും നീഡാണെങ്കിലും വോണ്ട് ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നീങ്ങുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഹോക്കിന് ആവശ്യം ഫുഡ് ആയതുകൊണ്ട് അതിൻ്റെ ബേസിക് ഇൻസ്റ്റിൻറ്റ് ആവശ്യം എന്ന് പറയുന്നത് ഫുഡ് ആയതുകൊണ്ട് അത് അതിനെ എല്ലാത്തിനെയും അങ്ങ് കണ്ണു കാണുന്ന എല്ലാത്തിനെയും അങ്ങ് കൊല്ലുവാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അതിനൊരു പ്ലഷർ ഡിറൈവ് ചെയ്യാൻ സാധിക്കുന്നു, ഒരു സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യാൻ സാധിക്കുന്നു. സോ ആ ഒരു ഹോക്ക് എന്നുള്ള ആനിമൽ ഇറ്റ് ഇസ് മൂവ്ഡ് ബൈ ഇഡ് എന്നുള്ള പ്രിൻസിപ്പിളാണ് അതിനെ മൂവ് ചെയ്യുന്നത്, അല്ലേ? സോ ഇവിടെ അത് മാത്രമല്ല, ഇഡ് എന്ന് പറയുന്നത് മോസ്റ്റ് സെൽഫിഷ് പാർട്ട് ഓഫ് എ മൈൻഡാണ്. നമ്മൾ ഈ ഒരു പോയം വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അതായത് യാതൊരു തരത്തിലുള്ള ഗുഡ്നെസ് ഇല്ല ഈ ഒരു ഹോക്കിന്, അല്ലേ? ഒരു തരത്തിലുള്ള മൊറാലിറ്റിയും ഇല്ല, എല്ലാം ഈവിൾ മാത്രമാണ്. ഒരു കൈൻഡ് ഓഫ് ജഡ്ജ്മെന്റ് പോലും ഇത് നോക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്ലഷർ പ്രിൻസിപ്പിളാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ഇഡ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് സെൽഫിഷ് പാർട്ട് ഓഫ് അവർ മൈൻഡ്. അപ്പം ഈ ഒരു പോയം എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഇഡ് എന്നുള്ള നമ്മുടെ മൈൻഡിലെ എലിമെൻറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹോക്ക് എന്ന് പറയുന്നത് തന്നെ പ്രൊജക്ഷൻ ഓഫ് ഇഡാണ്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് വരുന്നത്.
അപ്പം ഇഡ് എന്നുള്ള ഈ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് എക്സ്പ്രസീവ് ആവുന്നത് ഈ ഒരു പോയത്തിനകത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലും ചോദിക്കാൻ ഇടവരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹോക്കും ആനിമലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിക്കാം. ആൻഡ് വാട്ട് ആർ ദ 3 എലിമെൻറ്റ്സ് ഓഫ് മൈൻഡ് അതെന്താണെന്ന് ചോദിക്കാം. ഫ്രോയിഡിനെ കുറിച്ച് ചോദിക്കാം. പ്രീ കോൺഷ്യസ് അൺകോൺഷ്യസ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് എന്താണ്, ഐസ്ബർഗിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം. അതെല്ലാം ഈ ഒരു എസ്സേക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് താങ്ക് യു.